കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വന്ദനം പറയുന്നു. തിരുവെഴുത്തുകളുമായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയും മറ്റൊരു വേദപുസ്തകത്തിലെ രഹസ്യ സത്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ തിരുവെഴുത്തുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ടേക്ക് യുവർ ടൈം. എവിടെയെങ്കിലും ഒരു സ്വസ്ഥമായ സ്ഥലത്ത് ഇരുന്ന് ഇത് കേൾക്കുകയും പ്രസ്താവിക്കുന്നതായ സത്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ജേർണലിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. പ്രയോജനപ്പെടും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ചില പ്രധാന വിഷയങ്ങളാണ്. 18-ാം അധ്യായം പൂർണ്ണമായിട്ട് തന്നെ പഠിപ്പിക്കാനുള്ള സമയവും സാവകാശവും നമുക്ക് ഈ വീഡിയോയിലില്ല. എങ്കിലും അതിനെ ജനറലായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ധാരാളം ശിശുക്കൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ശിശുക്കളെ പലരും തടുക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു പറഞ്ഞവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലയോ എന്ന് പറഞ്ഞ് ഈ 18-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. താഴോട്ട് പറയുന്നു, ഈ ചെറിയവൻ ഒരുത്തിന് നിങ്ങളാരും ഇടർച്ച വരുത്തരുത്. ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുൻപിൽ ഒരു തടങ്കൽ പാറയാവരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് വരുന്ന ഒരു എളിയ വ്യക്തിയെ, സാധാരണ ആളിനെ ഒരിക്കലും തടയരുത് എന്ന് കർത്താവ് പറയുക. അവർക്ക് ഇടർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇടർച്ചക്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയ്ക്ക് കുറുകെ നമ്മുടെ കാല് തട്ടാൻ വേണ്ടി കിടക്കുന്ന കല്ലുകളെ ഇടർച്ച. അപ്പം കാല് തട്ടുന്നത് പോലെ മുൻപോട്ടുള്ള ഗമനങ്ങളെ തടസ്സം ചെയ്യാൻ പാടില്ല എന്ന് മിശിഹ കൃത്യമായിട്ട് പറഞ്ഞു. അവരോട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നവനെ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നവന് നന്ന്. ഇത് നമുക്ക് പ്രൊഫറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഇതുപോലെ തന്നെ ഭാരമുള്ള ഒരു വലിയ തിരികല്ല് കടലിൽ വന്ന് വീഴുന്ന ഞാൻ കണ്ടു എന്ന് നമ്മൾ കാണുന്നു. അത് ഈ യെരുശലേം എന്ന് പറയുന്ന ആ കിങ്ഡം. ഇപ്പൊ കല്ലിനെ നമുക്ക് വേദോത്സവത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനസ്സിലായി. 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? കൈതടാത്തൊരു കല്ല് വന്നു, അത് പർവ്വതമായി മാറി, അത് വലിയ ദൈവരാജ്യമായിട്ട് മാറിയത് കാണാൻ പറ്റുന്നു. അപ്പൊ കല്ലെന്നൊരു രാജ്യത്തെ കാണിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തിന്റെ സഭയ്ക്കും ക്രിസ്തുവിനും ക്രിസ്തു വിശ്വാസികൾക്കും ഇടർച്ചയായി വരുന്നു. ആ വരുന്ന കല്ലിനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കത് യെരമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായത്തിലും കാണാൻ പറ്റും, വെളിപ്പാട് പുസ്തകത്തിലും കാണാൻ പറ്റും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാരണം അതിനെ സംബന്ധിച്ച വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ദയവായി നിങ്ങളത് പരിശോധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം ചുമ്മാ വെറുതെ യേശു കർത്താവ് ചുമ്മാ ഭംഗിക്ക് പറഞ്ഞ കാര്യമല്ല. അവന്റെ കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴത്തെ താഴ്ത്തി കളഞ്ഞവന് നന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത് പറഞ്ഞു, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ എന്ന് പറയുന്നു. താഴോട്ട് ധാരാളം കാര്യമുണ്ട്. കണ്ണിടർച്ച വരുത്തുക, കാലിടർച്ച വരുത്തുക, കൈ ഇടർച്ച വരുത്തുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ നമ്മൾ മുമ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് യേശു 100 ആടിന്റെ ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഇങ്ങനെയാണ്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയെ അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇങ്ങനെ 2-3 പേരുടെ നാമത്തിൽ കൂടി വന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട്. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഒരു മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദേവദാസന്മാർ ആരംഭമായിട്ട് പറയുന്നതാണ്. മിക്കവരൊക്കെ തുടക്കത്തിൽ കുറച്ച് പേരെ കാണത്തുള്ളൂ. അപ്പോൾ പറയും 2-3 പേരുടെ നാമത്തിൽ കൂടി വന്ന നടുവിൽ ഞാനുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആരംഭിക്കും. ഞാനും അങ്ങനെ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തെറ്റായിട്ട് ഞാൻ ധരിക്കില്ല. പക്ഷെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഒന്ന്, സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്നാ കേട്ടോ. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നീ ചെന്ന് അവനെ ബോധം വരുത്തണം. ഇത് ക്രിസ്ത്യൻ മാനറാണ്, കിങ്ഡം ഓഫ് ഗോഡിന്റെ സ്റ്റാൻഡേർഡാണ്. ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ അവനെ നേടി. അപ്പം എപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കും, മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ആ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാ ദൈവമക്കളും ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ തെറ്റെന്ന് പറയുന്നതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അത് കിടന്ന് ഉരുളുക, അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല.
ഇയാൾക്കൊരു ഭയങ്കര ഇയാൾ മാരകമാണ്. യെസ്, അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാരണം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആ സാമീപ്യത്തിൽ നമുക്ക് അവിടുത്തെ പരിശുദ്ധ രക്തത്താലുള്ള പാപങ്ങളുടെ മോചനം എന്ന വലിയ ദാനമുള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന തെറ്റുകൾ, നമ്മുടെ ലംഘനങ്ങൾ മറയ്ക്കാതിരിക്കുമ്പോൾ അതിന് ക്ഷമ ലഭിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം സഹോദരനെ നേടാൻ നീ പോയി അവന് ബോധം വരുത്തും ഇല്ല, നീ പറയുന്നത് കൂട്ടാക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതേ കൂട്ടായ്മയ്ക്കകത്തുള്ള 2 or 3 പേരെ കൂട്ടിക്കൊണ്ടുപോവുക, സാക്ഷികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ശ്രദ്ധിക്കണം, വളരെ സീരിയസ് മാറ്റർ കേട്ടോ. അദ്ദേഹത്തെ അവനോട് കാര്യങ്ങൾ ബോധിപ്പിക്കടാ, നിനക്ക് തെറ്റുപറ്റിപ്പോയി, ഇത് കർത്താവിനെ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് അങ്ങനെ അത് തുടരാൻ പാടില്ല എന്ന് പറയും. ആ 2-3 പേരുടെ സാക്ഷിയുടെ വായാലും കാര്യങ്ങളെല്ലാം ഉറപ്പാകേണ്ടതിന് കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ പറയുന്നു. അവരെ കേൾക്കാഞ്ഞാലോ സഭയെ അറിയിക്കണം. ഇത് ചർച്ചിന്റെ ഒരു മാനദണ്ഡം നോക്കി, എൻ്റെ ആ ഒരു റിയാലിറ്റി നോക്കി. ആദ്യം സിംഗിളിൽ പോകണം. അതായത് ഒരു പ്രശ്നം നടന്ന ഉടനെ പിന്നെ മൊബൈൽ വിളിച്ച് വാട്സപ്പിനകത്തൂടെ അതാ ഇതാന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരു കച്ചടയാണ്, ഒരു ചന്ത പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കുറേ ചന്ത സംസ്കാരമാണ് നമ്മുടെ ക്രൈസ്തവ സഭയ്ക്കകത്തുള്ളത്. പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. അത് ആ ദേഷ്യം വരുന്നവർ അവർ ആ ചന്ത സ്വഭാവത്തിലുള്ളതുകൊണ്ട് അല്പമെങ്കിലും സ്റ്റാൻഡേർഡ് ജീവിതത്തിൽ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിശ്ചയമായിട്ടും അത് മനസ്സിലാക്കും. ഇപ്പോൾ ഒരാൾക്കൊരു തെറ്റുപറ്റി, ഒരു ദൈവദാസന് തെറ്റുപറ്റി, ഉടനെ അത് വാട്സപ്പിൽ വരും, ഉടനെ അത് ഫേസ്ബുക്കിൽ വരും, യൂട്യൂബിൽ വരും, മീഡിയയിൽ വരും. അതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ജാതികളും മറ്റിത്തരം ആളുകളൊന്നുമല്ല, അത് നമ്മുടെ ഇടയിലുള്ളവർ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഒരു പറയും ഞങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഭയങ്കര ഡിസപ്ഷൻ ആവുക. ഇനി ഇപ്പോൾ ഒരാൾക്ക് തെറ്റുപറ്റുമ്പോൾ ഉടനെ ആളെ ബോധം വരുത്തണം. അദ്ദേഹം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, വീണ്ടും അതിൽ തന്നെ തുടരുന്നു എങ്കിൽ 2-3 പേരെ സാക്ഷികളെ കൊണ്ടുപോയിട്ട് അയാളെ ബോധം വരുത്താൻ ശ്രമിക്കണം. അവർ പറഞ്ഞ കേൾക്കാഞ്ഞാൽ മാത്രം എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ വന്ന് ഫേസ്ബുക്കിലൂടെ ലൈവ് നടത്തണം. അങ്ങനെയാണ് ഇപ്പോൾ ഒരു വലിയ ട്രെൻഡുണ്ട്. അത് ഫാമിലി ആയാലും കുടുംബമായാലും ഒട്ടനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും. ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ വലിയ മിടുക്കാണെന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നില്ലേ. ഒരു ഫാമിലി ബ്രോക്കണായ തന്നെ ഭാര്യ വന്ന് പറയാം. കൂടുതൽ ഈ പെണ്ണുങ്ങളാ വന്ന് ഈ മീഡിയയിൽ വന്നിട്ട് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കിടന്ന പൂങ്കണ്ണീര് ഇങ്ങനെ കിടന്ന കാര്യം. കാരണം ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ കുറച്ച് സെന്റി അടിക്കുന്ന കുറേ മൊണ്ണകളായ ചെറിയ ആണുങ്ങളുണ്ട്. സോറി കേട്ടോ. ഇതിനകത്തൊന്നും സത്യം പറഞ്ഞ വളരെ വയസ്സായിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അപ്പം അതിനകത്ത് ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ സിസ്റ്ററെ, അയ്യോ ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് തലോടി അങ്ങ് ആശ്വസിപ്പിക്കും എന്നുള്ള ഇതെല്ലാം ഒരു 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 എന്താ പറയുന്നേ, ഇതൊക്കെ ഒരു വേഷം കെട്ടലാന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കും. നമ്മുടെ ഒരു പ്രോബ്ലം ഒരിക്കലും കൊണ്ടുവന്ന് പബ്ലിക്കിൽ കൂടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഇടയ്ക്ക് വെച്ച് പറയാം കേട്ടോ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം വരിക. വ്യക്തിപരമായിട്ടൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് അബദ്ധങ്ങൾ, ആയിരക്കണക്കിന് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അനുഭവത്തിലും അറിവിലും പറയാം, ഒരിക്കലും ഒരു ഫാമിലിയിലെ പ്രോബ്ലം ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്യൂഡ് അത് ഫാമിലിക്കകത്ത് തന്നെ ക്ലിയർ ആക്കണം, പുറത്തൊരാളോടും പറയരുത്. 2, നമ്മുടെ ഫാമിലിക്കകത്ത് ഒരിക്കലും പുറത്തൊരൊറ്റ വ്യക്തിയെ പ്രവേശിപ്പിക്കണം. അതിനി അന്യഭാഷ പറയുന്നവനായാലും പ്രവാചകനായാലും ഒരൊറ്റ ഒരുത്തിനെ കുടുംബത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് കയറ്റരുത്, ചർച്ചിൻ്റെ ബൗണ്ടറിയിലേക്ക് ഒറ്റ ഒരാൾ. കാരണം നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് സ്നേഹിക്കും, ഭയങ്കരമായിട്ട് വിശ്വസിക്കും, പക്ഷേ മുഴുവൻ കുറുക്കന്മാരും കള്ളന്മാരുമാണ്. അവരെ വീടിനകത്ത് കയറ്റരുത്. 3, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് പറയാം. അത് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് പറയാമെന്നുള്ളത്. അവർക്ക് മാത്രമേ അത് കൃത്യമായ നിലയിൽ ഹൈഡ് ചെയ്ത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡു നോട്ട് ലീക്ക് ഇറ്റ്. അത് പുറത്ത് പോയി പറയാനായിട്ട് പാടില്ല. ചിലപ്പം പറ്റുമെങ്കിൽ ചില പാസ്റ്റർമാരോടും പറയരുത്. അവർക്കും ഈ ആകാശവാണിയുടെ വായാണ്. അറിഞ്ഞായിരുന്നോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. അത് ചെന്ന് നേരെ തൻ്റെ ഭാര്യയോട് പറയാം. അവർക്കാണെങ്കിൽ FM റേഡിയോ പോലെ ഇരിക്കുക. സോ ഇങ്ങനെ ഒന്നും പറയരുത്. ഫാമിലി പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ അത് അവിടെ വീടിനകത്ത് തന്നെ ക്രമീകരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡാണ്. പിന്നെ ഒരു ദേവദാസൻ ഒരു വലിയ വീഴ്ച സംഭവിച്ചു, ഒരിക്കലും നമ്മളത് കേൾക്കാനോ അതിന് വിശദീകരണം അന്വേഷിക്കാനോ, നിങ്ങൾ വിശദീകരണം അന്വേഷിക്കാൻ പോകാം. എന്തിനാണെന്നറിയാം? അയാളെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് നേരിട്ട് പോയി ആ കാര്യങ്ങൾ ബോധിപ്പിച്ച് ആ ക്രിസ്തീയ കൂട്ടായ്മയിലും ആ സ്നേഹത്തിലും സുവിശേഷത്തിൽ ലഭ്യമാകുന്ന ഫൊർഗീവ്നെസ്സിലേക്കൊക്കെ നയിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ആ ഡീറ്റെയിലേക്കും അത് കേൾക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ കൂർപ്പിച്ചിട്ട് അറിഞ്ഞായിരുന്നു, എന്തോ ഒന്ന് പറഞ്ഞേ, ആഴമായിട്ടൊന്ന് പറഞ്ഞ് വിശദീകരിച്ച് എന്നൊക്കെ പറയുന്ന കുറേ ഉപദേശിമാരെ എനിക്കറിയാം. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊന്നും വേദപുസ്തകത്തിൻ്റെ ക്ഷമയുടെ ഭാഗമായിട്ടുള്ളതല്ല. ഞാൻ ഇന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കേൾക്കുക.
ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി മാറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരിക്കലും പബ്ലിക്കിൽ ഒരിക്കലും അത് ലീക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി വേറൊരു കാര്യം, ഇപ്പം ഇപ്പോൾ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിന് ഒരു വലിയ തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് പോയി, അത് നമ്മൾ ഉടനെ എന്ത് ചെയ്ത് ലോകത്തോട് മൊത്തം പറയില്ലേ? പക്ഷെ ഞാൻ അതേ പെൺകുഞ്ഞ് നമ്മുടെ വീട്ടിലെ നമ്മുടെ മകളായിരുന്നെങ്കിലും നമ്മുടെ പെങ്ങളാണെങ്കിലും ആ സ്ത്രീ നമ്മുടെ ഒരു അമ്മയാണെങ്കിലും നമ്മൾ ലോകത്തെല്ലാവരോടും പറയും. എന്ന് ചർച്ച് ദൈവത്തിന്റെ ഫാമിലി ആണെന്നുള്ള ബോധത്തിൽ വരുന്ന നന്നായി ചർച്ച് ക്രിസ്ത്യാനിറ്റിയുടെ പ്യൂരിറ്റി വെളിപ്പെടുത്തും. ഇന്ന് ചർച്ച് എന്ന് പറഞ്ഞാൽ വെറും എന്റർടൈൻമെന്റ് വേൾഡിലെ ഒരു എന്താ പറയുന്നത്, ഒരു സൊസൈറ്റിയിലെ കുറച്ച് ജനങ്ങൾ അത്ര. ദർ ഇസ് നോ കമ്മിറ്റ്മെന്റ്. സോ ഒരു ഫാമിലി ആണെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും ഹൈഡ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഒരു പെൺകുഞ്ഞിന് ഒരു വലിയ പിഴവ് സംഭവിച്ചു, നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ ജീവിതം മൊത്തം നശിച്ചു. പക്ഷെ അത് നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ വേറെ ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങളത് ഉടനെ നാട്ടുകാരെ വിളിച്ചു പറയൂ? ഒരിക്കലും പറയരുത്. നിങ്ങൾ പിന്നെ വിവരദോഷം കാണിക്കരുത്. പ്രത്യേകിച്ച് ഈ പാസ്റ്ററോട് പറയരുത്. ഒരു 100% പാസ്റ്റർമാരുടെ നാവിൽ നിന്ന് ഇത് ലീക്ക് ഔട്ട് ആവും. വിശ്വസ്തന്മാരായ ദൈവദാസന്മാരുണ്ട് കേട്ടോ. പറയരുത്. നിങ്ങൾ ആ കുഞ്ഞുമായിട്ടിരുന്ന് പേഴ്സണലി സംസാരിച്ച് ഹൈഡ് ചെയ്യുക, അത് മറച്ചു വെക്കുക. നിങ്ങളുടെ ഈ നോഹയുടെ ഭാര്യയുടെ ഇങ്ങനെ നഗ്നരായി കിടക്കുമ്പോൾ ഉടനെ പോയി അതിന്റെ പുറത്തൊരു പുതപ്പിടുന്നതാണ് യാഥാർത്ഥ്യം. അതാണ് പ്രീസ്റ്റ്ഹുഡ്, അതാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതുകൊണ്ട് ബിവെയർ ഓഫ് ഇറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ സഭയെ അറിയിക്കണം. അപ്പൊ സഭയെ അറിയിക്കുമ്പോൾ എന്താ ചെയ്യുന്ന നോക്കി, സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അപ്പൊ ചർച്ച് എന്ന് പറയുന്നത് ദൈവതമ്പുരാന്റെ അവിടുത്തെ അൾട്ടിമേറ്റ് സൊല്യൂഷനാണ്. സഭയെ അറിയിക്കുമ്പോൾ സഭ എന്ത് ചെയ്യണം? ഉടനെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചേർച്ച് ഈസ് ജസ്റ്റ് ലൈക്ക് ഏദൻ തോട്ടം പോലെ ഇരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സഭയൊന്നും സ്ഥാപിക്കാനുള്ള, പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒരു പാസ്റ്ററിന്റെ ശുശ്രൂഷ ഇല്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം ചർച്ച് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ഗാർഡൻ ഓഫ് ഏദൻ. ഗാർഡൻ ഓഫ് ഏദനിൽ ആദമിനും ഹവ്വയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ആൻഡ് ബോത്ത് ഓഫ് ദം വെയർ നേക്കഡ് ബട്ട് നോട്ട് അഷേംഡ്. അവര് രണ്ടുപേരും നഗ്നരായിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല? നാണം തോന്നിയില്ല. ഇതൊരു വലിയ പ്രിൻസിപ്പിളാണ്. ഇവർ രണ്ടും തുണി കൊടുക്കാതെ നടന്നു എന്നുള്ള അർത്ഥമല്ലത് കേട്ടോ. ദേ വെർ നേക്കഡ് നോട്ട് അഷേംഡ്. അപ്പൊ നേക്കഡ്നെസ് ആൻഡ് അഷേമിങ് എന്ന് പറയുന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾസ് ആണ്. ഇത് ചർച്ച് ഈസ് ജസ്റ്റ് ലൈക്ക് എ പാരഡൈസ്. ചർച്ച് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഗാർഡൻ ഓഫ് ഏദൻ. സോ ചേർച്ചിനകത്ത് എന്ത് ചെയ്യണം? ചർച്ചിനകത്ത് പീപ്പിൾ ഹാസ് ടു ബി നേക്കഡ്. അവർക്ക് നേക്കഡ് ആകാനുള്ളൊരു സ്വാതന്ത്ര്യം. നേക്കഡ് ആകുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലേ, മലയാള ബുദ്ധി ഉപയോഗിക്കില്ലേ? നേക്കഡ് ആകുക എന്ന് പറഞ്ഞാൽ തുറന്നു കാണിക്കാൻ, തങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും തുറന്നു പറയാനുള്ള ഒരു ധൈര്യവും ഉറപ്പും ഒരു സഭയ്ക്കകത്തുണ്ടാവണം. അത് പറയുമ്പോൾ അവർക്ക് നാണം തോന്നാതെ പറയണം. അപ്പൊ ഞാൻ ഇന്ന പോലെ എടുത്ത് പോയി ഇന്ന കാര്യം എൻ്റെ വീട്ടിൽ സംഭവിച്ചു, ചർച്ചിനകത്ത് പറയാൻ കേട്ടോ, വിശുദ്ധന്മാരുടെ ഇടയിൽ അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് അത് വേറൊരു അർത്ഥത്തിലാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഒരാൾക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു വലിയ തെറ്റിനകത്ത് കിടക്കുക എന്ന് പറയാനൊരു നാണമില്ലാതെ പറയാനുള്ളൊരു സംവിധാനമായിരിക്കണം ദൈവത്തിൻ്റെ സഭ. പക്ഷെ ഇന്നത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ദയവ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കേട്ടോണ്ട് പോയി ഡോണ്ട് ബി നേക്കഡ്, യു വിൽ ബി അഷെയിംഡ്. ഓക്കെ, ഞാൻ ഇനി ഞാൻ ജോൺ ബ്രദർ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ എന്നോട് പല ദൈവദാസന്മാർ, എസ്പെഷ്യലി പല ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ക്രിട്ടിക്കൽ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല. ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ പറയത്തുമില്ല, ആ വ്യക്തിയെ ഞാൻ അങ്ങനെ കാണത്തുമില്ല. കർത്താവ് എന്നെ കൊച്ചിലെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നേക്കഡാകാനുള്ളൊരു സംവിധാനം ചർച്ചിനകത്തുണ്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ആണായാലും പെണ്ണായാലും എത്രയോ പ്രശ്നങ്ങളോട് പോകുന്നതെന്ന് അറിയാം. ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും, പക്ഷെ പറയാൻ പറ്റത്തില്ല. ഏദൻ തോട്ടത്തിൽ അവർ നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നഗ്നരായ നാട് മുഴുവൻ നാറും. അത്രയ്ക്കും ഗതികേടിലാണ് നമ്മുടെ സഭകൾ പോകുന്നതെന്ന് പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. കാരണം ഗോഡ് ഹാസ് കോൾഡ് മീ ടു പ്യൂരിഫൈ ദ ചർച്ച് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കൊണ്ട് സഭയ്ക്കകത്തൊരു പ്യൂരിറ്റി വരുത്തുക എന്ന ലക്ഷ്യമാണ് എൻ്റെ ശുശ്രൂഷണം. എനിക്ക് ലോകം മൊത്തം 5 വൻകരയിൽ ഉണർവ് കൊണ്ടിരുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് സച്ച് മിനിസ്ട്രി.
ഇന്ത്യയിൽ ഉണർവ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇവിടുത്തെ കുറേ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ആള് കളിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. ഇതൊന്നും ദൈവം തമ്പുരാന്റെ പ്രോഗ്രാമിന്റെ ഭാഗമല്ല. എല്ലാ വ്യക്തികളിലുമാണ് ഉണർവുണ്ടാകും. ദൈവം ഒരു രാജ്യത്തെ ഏതെങ്കിലും നാട്ടിലെ ഉണർവ് നിലനിൽക്കുന്നു. സോ ദീസ് ഓൾ ആർ മാനിപ്പുലേറ്റിംഗ് ദ പീപ്പിൾ. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ആ ഒരു പ്യൂരിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഞാൻ. ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇവിടെ അത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ അപ്പൊ യേശുക്രിസ്തു പറയുകയാണ് സഭയെ അറിയിക്കുക, എന്നിട്ട് അവനെ ആരാ കാണുക? പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. എൻ്റെ അർത്ഥം ഈ പുറജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? പാഗൻ, ഉടമ്പടിയുടെ വെളിയിലുള്ള ഒരാള്, ഇതുവരെയും സുവിശേഷം അറിയാത്ത ഒരാള്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പാപികളുടെ ഗണത്തിൽപ്പെടുക, അല്ലെങ്കിൽ ഇവര് ഈ അവിടുത്തെ കോണ്ടക്ഷൻ മനസ്സിലാക്കണം. ചുങ്കക്കാരെയും പാപികളെയും ഒന്നും ഇവരെന്ത് ചെയ്യത്തില്ല, അവരുടെ കമ്മ്യൂണിറ്റിയിൽ അടുപ്പിക്കത്തില്ല. അപ്പൊ അവരൊരു ഔട്ട്കാസ്റ്റഡ് ആളുകളായിട്ട് കാണപ്പെടും. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ് നിങ്ങൾക്ക് അവരങ്ങനെ അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അന്ന് മുതൽ അവരെ നോക്കിയിട്ട് മഹാപാപിയ എന്ന് പറയണമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു ചുങ്കക്കാരനോടും പാപിയോടും ഒരു സുവിശേഷം പറയുന്ന ഒരു സഭയിലെ വിശ്വാസിയുടെ മനോഭാവം എന്താ? അവൻ സുവിശേഷം അറിയണം, പാപങ്ങളുടെ മോചനം പ്രാപിക്കണം, യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന കരുണയുടെ ഭാഗമായി മാറണം എന്നല്ലേ ഒരു സുവിശേഷ ഹാർട്ടുള്ള ഒരാൾക്ക് തോന്നത്തുള്ളൂ. അപ്പൊ പാപക്ഷമ, തെറ്റുകൾ സംഭവിച്ചു 3 പ്രാവശ്യം അദ്ദേഹത്തിന്. അതുകൊണ്ട് ഈ 3 പ്രാവശ്യം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. 1 വ്യക്തിപരമായിട്ട് പറയാം, 2 പേരെ കൂട്ടിക്കൊണ്ട് പറയാം, 3 സഭയെ പറയാം. ഇതൊരു റബനിക്കൽ സ്റ്റഡിയാണ്. എനിക്കത് ആമോസിന്റെ പുസ്തകത്തിലും ആമോസിന്റെ പുസ്തകത്തിൽ ഈ 3 പ്രാവശ്യത്തെ ക്ഷമ ദൈവം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ റബനിക്കൽ സ്റ്റഡി, റബിമാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, അവർ പറയും ആദ്യത്തെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, രണ്ടാമത്തെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, മൂന്നാമത്തെ തെറ്റ് ചെയ്താലും ക്ഷമിക്കണം, നാലാമത്തെ തവണ ക്ഷമിക്കാൻ പാടില്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവിടെ യേശു സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണം, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ആദ്യം വ്യക്തിപരമായിട്ട് പോവുക, 2 പേരെ കൂട്ടിക്കൊണ്ടുപോവുക, 3 സഭയെ അറിയിക്കുക. 3 പ്രാവശ്യം ഇദ്ദേഹത്തിന് ക്ഷമപ്പെടാനുള്ള അവസരം. എന്നിട്ട് പുള്ളി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അത് ക്രമീകരിക്കുന്നില്ലെങ്കിൽ അയാളെ എങ്ങനെ കാണിക്കണം? ഇതുവരെയും സുവിശേഷം കേൾക്കാത്ത ഒരാളെ പോലെ കാണണം. അത്രേ ഉള്ളൂ. അല്ലാതെ അവനെ ചർച്ചിൽ നിന്ന് പുറത്താക്കുക, അവനെ ചർച്ചിൽ കയറ്റരുത്, വിലക്കുക, തിരുമേശ വിലക്ക്, ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ. ആഭരണം ഇട്ട്, അതായത് ഇതൊന്നും വേദവസത്തിനകത്തെ ഭാഗമല്ല പ്രിയപ്പെട്ടവർ, വേദവസത്തിന്റെ ഭാഗമല്ലത്. ആ ആളിനെ അന്ന് മുതൽ നമ്മളെങ്ങനെ കാണണം? ഇതൊരെയും സുവിശേഷം, കാരണം സുവിശേഷം കേൾക്കുന്ന ഒരാൾ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനാൽ പാപങ്ങളുടെ മോചനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, ക്ഷമ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, തെറ്റുകൾ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ തെറ്റാണെന്ന് നീ അംഗീകരിക്കുന്നെങ്കിൽ അർത്ഥം നീ സുവിശേഷം വിശ്വസിച്ച ആളാണ്. അതാണ് അതിന്റെ ട്രൂത്ത്. 2, നിനക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ആ ക്ഷമയുടെ മഹത്വം അറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ നിന്നോട് ക്രമീകരണത്തിൽ വരുമ്പോൾ നീ അത് അംഗീകരിക്കത്തുള്ളൂ. അപ്പൊ യേശു കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഈ വ്യക്തി 3 പ്രാവശ്യം അവസരം കിട്ടിയിട്ടും താൻ മടങ്ങി വരാത്തതിന്റെ കാരണം അദ്ദേഹം ഇതുവരെ ആ സത്യസുവിശേഷത്തിന്റെ റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ എത്തിയിട്ടില്ലെന്ന്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി പറഞ്ഞ ഉടനെ പറയാൻ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ. ഇതൊക്കെ നമ്മുടെ ഈ ഉപദേശിമാര് പ്രോഫറ്റ്സ് എന്നിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും, ആശ്രയണ യേശുവിന്റെ നാമത്തിൽ വാഴ്ചകളെ അധികാരങ്ങളെ മൊത്തം കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. ഇതൊന്നുമല്ല, ഇവിടെ ഒന്നും കെട്ടാനും പിടിക്കാനൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തി എന്തൊന്നും, ഇതിനെയൊക്കെ ബന്ധിക്കുന്നു, കെട്ടുന്നു. ഒരു 21 ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിനെ ഒരു 66 പ്രാവശ്യം അതിനെ ബന്ധിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം ബന്ധിക്കുമ്പോൾ ഓർത്തോണം, നീ ബന്ധിച്ച് കെട്ട് അഴിഞ്ഞ് കറക്റ്റായിട്ട് കെട്ടപ്പെട്ടിട്ടില്ലെന്ന അർത്ഥം. ഇതങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ സഭ തീരുമാനം എടുത്ത്, ഇവൻ ആരാണ്? സഭ തീരുമാനം എടുത്ത്, ഇവൻ പുറജാതിക്കാരനാണ്, അതേപോലെ ഉള്ളൂ. ഇയാള് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ടല്ല, ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വേദോസം അറിയാൻ വയ്യാത്ത ഒരാളായിട്ട് അവൻ ഇരിക്കുന്നത് എന്നുള്ള നിലപാടിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക്, അധികാരത്തിലേക്ക് ചർച്ചിനെ കൊണ്ട്. എന്നിട്ട് കർത്താവ് പറയാ, സ്വർഗത്തിൽ നിങ്ങൾ ഭൂമിയിൽ എന്ത് തീരുമാനം എടുത്താലും സ്വർഗത്തിലെ തീരുമാനം. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ ആ മനുഷ്യനെ പുറജാതിക്കാരനായിട്ടും ചുങ്കക്കാരനായിട്ടും കണ്ടാൽ സ്വർഗം അവനെ അങ്ങനെ കാണത്തുള്ളൂ. അപ്പൊ ഉടനെ ഇവൻ പറയുന്നതിരിക്കട്ടെ, നമ്മുടെ മലയാളിയുടെ ബുദ്ധി അനുസരിച്ച്, നിന്റെ അടുത്തൊന്നും ഞാൻ ഏറ്റവും പറയുന്നത്, ഞാൻ ഉപവാസം ഇരുന്ന് ദൈവസന്നിധി ഒറ്റയ്ക്കിരുന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് മാപ്പ് ഭർത്താവ് പറയാൻ പറ്റത്തില്ലടാന്ന് പറയും. ആസ് എ പാർട്ട് ഓഫ് ദ ചർച്ച്, ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യു ഹാവ് എ അക്കൗണ്ടബിലിറ്റി ടു യുവർ
your brothers, the other organs of the body, other members of the body. You have the accountability. You have to be submissive to each other. അല്ല നീ ഓടി ഇങ്ങോട്ട് വന്ന് ഞാൻ 3 ദിവസം ഉപവാസം കൊണ്ട് അങ്ങ് ശരിയാക്കത്തില്ല. സഭ എന്താണോ റെസിസ്റ്റ് ചെയ്താൽ ദാറ്റ് ഈസ് റെസിസ്റ്റഡ് ഇൻ ഹെവൻ. സഭ എന്ത് പെർമിറ്റ് കൊടുത്തോ ആ പെർമിറ്റഡ് ഇൻ ഹെവൻ. അപ്പൊ ഹെവനും ചേർച്ചും തമ്മിൽ ഒരുമിച്ചാണെന്നുള്ള റിയാലിറ്റി അത്. ഇവിടെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലോ അത് ഹെവൻ അംഗീകരിച്ചിരിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും മന്ത്രവാദമോ വീടിനകത്ത് കുഴിയാലയോ അപ്പുറത്ത് നമ്മുടെ വീടിനപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഹൈന്ദവരുടെയോ മറ്റിതര മത ആളുകളുടെ എന്തോ ആരാധന ഇതിനെയൊക്കെ ബന്ധിക്കാനൊന്നുമല്ല. അത് ഈ ബോധം പൊക്കണോ ഇല്ലാത്തവർ കാണിക്കുന്ന പണിയാണ്. അങ്ങനൊന്നും യേശു ക്രിസ്തു ചെയ്യത്തില്ല. യേശുവിന് എൻ്റെ ആവശ്യമില്ലെന്നേ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതിനർത്ഥം നമ്മൾ അതിനെ അംഗീകരിക്കുന്നെന്ന് അർത്ഥം. ഏറ്റവും കൂടുതൽ ചർച്ചിനകത്ത് അംഗീകരിക്കപ്പെട്ട യേശുവിനേക്കാൾ ആരാധന സാത്താന. കാരണം ഇങ്ങനൊരു സൂത്രം ഉണ്ടെന്നും അങ്ങനെ ഒരെണ്ണത്തെ കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറഞ്ഞു. യു ആർ ജസ്റ്റ് മോർ കോൺഷ്യസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. ഐ ഡോണ്ട് കെയർ അബൌട്ട് സൈറ്റൻ. ഞാൻ ഇതിനെക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യാറ്. കാരണം ഐ നെവർ ഫൗണ്ട് സൈറ്റൻ എനിവെയർ ഇൻ ദ വേൾഡ് എക്സെപ്റ്റ് ഇൻ ദ ചർച്ച്. ചർച്ചിൽ ഒഴിച്ച് ബാക്കി ലോകത്തൊരിടത്തും ഞാൻ സാത്താനെ കണ്ടിട്ടില്ല. You cannot see Satan in the pub. You cannot see Satan in the bar. You cannot see Satan in the warehouse. But you can see the Satan in the church. Most of the Satans are revealing manifesting after Sunday worship in the council. നമ്മുടെ കൗൺസിൽ യോഗത്തിലാണ് ഇത് വെളിപ്പെടുന്നത്. സകല സാത്താന്മാരോട് വെളിപ്പെടും. സാത്താൻ എന്ന വാക്കിന് ഒരിക്കലും പറഞ്ഞില്ല. എന്തിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും? എൻ്റെ വീടിൻ്റെ അടുത്തൊരു അന്ധകാര നീ എന്തിനാ? നിനക്ക് യേശുവില്ല നിന്റെ വീട്ടിൽ. യേശു ഉണ്ടെന്ന് പറയത്തില്ല അന്ധകാര ശക്തിയാണ്. സോ സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ കെട്ടപ്പെടും എന്ന് പറഞ്ഞൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ മറന്നുപോകും. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിലായിരിക്കും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സത്യമായിട്ട് നിങ്ങൾ അടുത്തത് ഭൂമിയിൽ വെച്ച് 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. എന്തുകൊണ്ട് അർത്ഥം? ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചതാണ്. ഇത് പ്രാർത്ഥനയുടെ കാര്യമല്ല. ഞാൻ ഈ വാക്യം 1500 പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈയോടെ കൈ ഓർത്ത് പിടിച്ച് ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്തും ഭൂമിയിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിൽ ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ടല്ലേ. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഇതൊരിക്കലും നമ്മൾ ഏതോ കൊച്ചിൻ്റെ വീസയ്ക്ക് വേണ്ടിയോ അഡ്മിഷന് വേണ്ടിയോ കല്യാണത്തിന് വേണ്ടിയോ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയോ കടം മാറാൻ വേണ്ടിയോ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല ഇത്. അതായത് ചേർച്ചിനകത്ത് 1-2 പേർ ഐക്യമത്യപ്പെട്ടാൽ ഏത് കാര്യം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാലും ആ കാര്യം ഗ്രാൻഡഡ്. ഇറ്റ്സ് അബൌട്ട് ദ മാറ്റർ ഓഫ് ദ ചർച്ച്. ചർച്ചിന്റെ കാര്യം, അല്ലാതെ ആരുടെയെങ്കിലും പ്രശ്നമോ രോഗശാന്തിയോ അല്ല ഇതിനകത്തപ്പോൾ. നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് ചോദിച്ചാൽ അത് ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ഫ്രം ഹെവൻ. എന്നിട്ട് പറയാം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 2-3 പേരുടെ നാമത്തിൽ കൂടി വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ പറയുന്ന വാക്യമല്ലേ, 2-3 പേർ നാമത്തിൽ കൂടി വരുന്നതാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരിക്കലും വിശുദ്ധന്മാർ ഒരുമിച്ച് കൂട്ടായ്മയിലിരിക്കുമ്പോൾ ഞാൻ അവിടെ നടുവ് വരുമെന്നല്ല. അതായത് നിങ്ങൾ ഈ ഒരു പ്രധാന വിഷയത്തിനകത്ത്, ഈ ക്ഷമാപരമായ വിഷയം, അതായത് ക്ഷമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചേർച്ചിനകത്ത് വരുന്ന ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അതിൻ്റെ നടുവ് ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് സിഗ്നേച്ചർ ഇടാൻ, സൈൻ ചെയ്യാൻ, അതിനൊരു അക്രഡിഷൻ നൽകാൻ, ഓതന്റിക്കേറ്റ് ആക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ഓതന്റിസിറ്റി നൽകാൻ അൽബിദേർ ഞാൻ അവരുടെ നടുവിലുണ്ടാവും. ആമേൻ. ഇത് അല്ലാതെ, കാരണം ഇന്ന് യേശുക്രിസ്തു നമ്മുടെ നടുവിലല്ല. 2-3 പേർ നാമത്തിൽ കൂടി നടുവിലുണ്ടെന്നൊന്നും പറയണ്ട. നടുവിലല്ല, ഇന്ന് നമ്മുടെ ഉള്ളിലാണ്. ഈസ് വിത്ത് us, ഈസ് ഇൻ us, ക്രൈസ്റ്റ് ഇൻ us, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലാണ് അവൻ വാസം ചെയ്യുന്നത്. ദൈവത്തിന്റെ സഭ എന്ന മന്ദിരത്തിനകത്ത് അവൻ വാസം, ചർച്ച് എന്ന മന്ദിരത്തിനകത്ത് വാസം ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ദൈവത്തിന്റെ മന്ദിരമല്ല, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരം. ഇത് ഒരു തെറ്റായ പഠനങ്ങളുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്തിനാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മന്ദിരം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് ചേർന്നല്ലേ മന്ദിരം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മുഴു ചർച്ചാണ് കർത്താവിന്റെ മന്ദിരം. ആ മന്ദിരത്തിന്റെ അകത്ത് കർത്താവ് വാസിക്കുന്നത്. അപ്പൊ ചർച്ച് എന്ന് പറയുന്ന ലോകത്തെ the highest, the greatest body in the world, greater than any water body, greater than any social bodies.
Church is the biggest body in the world, in the universe. Our body is the temple of God. Christ and the Almighty God is dwelling in that body. അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണിനകത്ത് ദൈവം വസിക്കുന്നു എന്നുള്ള അതുകൊണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, നിങ്ങളിൽ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ കമ്മ്യൂണിറ്റി. ഇത് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ശരി. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോകും. ഇത്ര അങ്ങോട്ട് പറഞ്ഞ ശേഷം 2-3 പേർ കൂടുതൽ നടുവ് ഞാനുണ്ടെന്ന് പറയും. മാറ്റർ ഓഫ് എന്തോ പറയുന്നത്, അവിടുത്തെ നിങ്ങളുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ, ഒരു ഹെവൻലി ഗവൺമെന്റിന്റെ മാറ്റർ, കവനന്റൽ മാറ്റർ, നടുവിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് യേശുവിന്റെ അടുക്ക വന്നു. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അടുത്തിരിച്ചു. കർത്താവേ, എന്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? നേരത്തെ ചോദിച്ചതാ, സഹോദരൻ പിഴച്ചാൽ അവന് ബോധം, എത്ര പ്രാവശ്യം പിഴച്ചാൽ ക്ഷമിക്കണം? അടുത്തൊരു ചോദ്യം. ഈ ക്ഷമിക്കണം എന്ന ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹം ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല. ഇദ്ദേഹം തന്നെ ഒരു ആൻസർ കർത്താവിനോട് പഠിപ്പിക്കുക. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. കാരണം 3 വട്ടം ക്ഷമിക്കാനാണ് വേളി പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 വട്ടം ക്ഷമിക്കാനാണ് യേശു പറഞ്ഞത്. നീ പേഴ്സണലിൽ പോകണം, 2-3 പേരെ കൂട്ടിക്കൊണ്ട് പോകണം, സഭ അറിയിക്കണം 3 പ്രാവശ്യം. അപ്പൊ ഈ 3 പ്രാവശ്യം ക്ഷമിക്കണമെന്നുള്ള ഇല്ലുസ്ട്രേഷൻ വേളി പറഞ്ഞപ്പോൾ ഉടനെ പത്രോസ് ചോദിച്ചു, കർത്താവേ, എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ഇപ്പൊ എന്തായാലും നാച്ചുറലി, റബനിക്കലി, ഓൾഡ് കവനന്റിന്റെ ബേസിൽ 3 പ്രാവശ്യം ക്ഷമിക്കും. യേശു നിന്റെ കവനന്റ് അനുസരിച്ച്, അങ്ങയുടെ ഉപദേശം അനുസരിച്ച് എത്ര പ്രാവശ്യം ക്ഷമിക്കും? 7 വട്ടം മതിയോ എന്ന് ചോദിക്കും. യേശു എന്നോട് പറയാം, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പൊ ഇത് 70 വട്ടം എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, എൻ്റെ കേൾവിക്കാരായ സഹോദരനോട് ഞാൻ പറയാം, എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നമുക്കിഷ്ടം. ഞാൻ ഇവിടെ ചെറിയ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകത്തിലും ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും അന്വേഷിക്കണം. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പുതിയ എന്തോ ഒന്നും സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഒന്നും പുതുതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം യേശുക്രിസ്തു ജനിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം. യേശുക്രിസ്തു വളർന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് വളർന്നു. യേശുക്രിസ്തു പോയതും പഠിച്ചതും മൊത്തം ന്യായപ്രമാണം. തീർത്തില്ല. യേശു കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ മാറ്റിക്കളയാനല്ല വന്നത്, അതിനെ പൂർത്തീകരിക്കാനാണ് വന്നത്. ഐ എം ഗോയിങ് ടു ഫുൾഫിൽ. ന്യായപ്രമാണത്തെയും പ്രവാചക പുസ്തകന്മാരെയും നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്രേ വന്നപ്പം യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തു നടത്തിയ രോഗശാന്തികൾ, യേശു ചെയ്ത മുഴു പ്രവൃത്തി ഫ്രം ദ ബർത്ത് ടു ദ അസെൻഷൻ ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് in AD 70. These all narrations, history, everything is based on law and prophets. Don't forget that. അപ്പം നിങ്ങളൊരു അത്ഭുതം എടുക്കുക. അപ്പം നിങ്ങൾ ഇപ്പം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി എന്നൊരു അത്ഭുതം എടുക്കുക. That miracle is based on the old covenant. 38 വർഷം കുളക്കരെ കിടന്ന ഒരു രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു വിട്ടു. ദാറ്റ് മിറാക്കിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് കവനന്റ്. കുരുടന്റെ കണ്ണ് തുറന്നു, മുടന്തനെ നടത്തി, ബേസ്ഡ് ഓൺ ദ ഓൾഡ് കവനന്റ്. ഭൂതങ്ങളെ പുറത്താക്കി, ബേസ്ഡ് ഓൺ ദ ഓൾഡ് കവനന്റ്. ലാസറിനെ ഉയർപ്പിച്ചു, യെസ്, ഇറ്റ് ഈസ് ഇൻ ദ തോറ, ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതായത് ഏത് മിറാക്കിളായാലും, ഏത് ഡോക്ടറാണെങ്കിലും, if you want to understand the reality, you must go back to the old covenant references. അങ്ങനെയെങ്കിൽ യേശു ഇവിടെ പറഞ്ഞു 7 വട്ടം അല്ല, 70 വട്ടം ക്ഷമിക്കണം. ഇനി നമുക്ക് യേശുവിനോട്, കർത്താവേ, നീ എവിടുന്ന ഇതൊക്കെ എടുത്തത്? എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് എന്നെ പഠിപ്പിച്ച ദൈവദാസന്മാര് പറഞ്ഞു തന്നത്, കൊച്ചിലെ മുതൽ പഠിക്കുമ്പോൾ പറഞ്ഞത് 7-70 വട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് 7 × 70 എന്ന് പറഞ്ഞാൽ 490. അപ്പൊ 490ാമത്തെ 90 പ്രാവശ്യം ക്ഷമിച്ചിട്ട്, അത് ഇമ്പോസിബിൾ ആകാട്ടോ, 490 പ്രാവശ്യം ക്ഷമിച്ച ശേഷം 491ാമത്തെ പ്രാവശ്യം ഞാൻ അവനെ
റിട്ടാലിയേറ്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ തിരിച്ചടിച്ചോട്ടെ എന്ന് ചോദിച്ചോ? ഇല്ല. അപ്പം നമ്മളെ പഠിപ്പിച്ചെന്ന് പറയാമോ, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. അതല്ല അതിന്റെ മീനിങ്. കാരണം ക്രൈസ്റ്റിന്റെ തിരുവായിൽ നിന്ന് വന്ന ഏത് മൊഴിയാണെങ്കിലും ദാറ്റ്സ് എ ഗോൾഡൻ വേഴ്സസ്. റെഡ് ലെറ്റേഴ്സ് ബൈബിൾ വായിക്കുന്ന ഗോൾഡൻ വേഴ്സസ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബേസ്ഡ് ഓൺ ദ തോറ ആൻഡ് ദ പ്രോഫിറ്റ്സ്. ഇപ്പൊ യേശുക്രിസ്തു ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് വി നീഡ് ടു ഗോ ബാക്ക് ടു ജെനസിസ് ചാപ്റ്റർ 4. ജെനസിസ് ചാപ്റ്റർ 4-ൽ നമുക്കറിയാം, കായൻ ഹാബേലിനെ കൊല്ലുന്നു. ദൈവം കായനെ പറയുന്നു, നീ ഈ ഭൂമി വിട്ട് ശാപഗ്രസ്തനായി പോകേണ്ടി വരും എന്ന് പറയുന്നു. അത് പറയുമ്പോൾ അവന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. നിനക്ക് ഭൂമി എനിക്ക് നിലം ഇന്ന് നിനക്ക് വീര്യം തരത്തില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. അപ്പൊ കായൻ യഹോവയോട് പറയാണ്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുത്. എനിക്കൊന്നും അതൊരു കൺഫെഷനാകട്ടെ, ഒരു കൺഫെഷൻ. എന്തോ കൺഫെഷൻ? എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവേ, ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ആക്ച്വലി ദാറ്റ് വാസ് എ വെരി, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഫ്രം ദ ഹാർട്ട്, ബട്ട് ഇറ്റ് വാസ് എ കൺഫെഷൻ. ഇതൊരു പ്രധാനപ്പെട്ട ട്രൂത്ത്. എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകും. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ യഹോവനോട് പറയാം, അതുകൊണ്ട് ആരെങ്കിലും കൈനെ കൊന്നാൽ, കാരണം ഈ കൺഫെഷൻ വന്നതുകൊണ്ട്, ഈ കൺഫസ് ദാറ്റ് ലോർഡ്, ഞാൻ ചെയ്ത പാപം ക്ഷമിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്. എനിക്ക് ക്ഷമ കിട്ടുമെന്ന് ഒരു ഒറ്റ ഉറപ്പുമില്ല. ഇത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയും ദൈവത്തിന് മുമ്പിലുള്ള തന്റെ തുറന്നു പറച്ചിലും. തമ്പുരാൻ പറയുകയാണ്, അവനെ ആരെങ്കിലും കൊന്നാൽ, കായനെ കൊന്നാൽ അവനെ 7 ഇരട്ടി പകരം കിട്ടും. 7 ഇരട്ടി പകരം കിട്ടും. എന്റെ കർത്താവിന്റെ സ്നേഹവും കരുണയും ഒന്ന് നോക്കി. കൊലപാതകം ചെയ്തതിനോട് പറയുക, അവനെ ആരെങ്കിലും തൊടുന്നവന് ഞാൻ 7 ഇരട്ടി ഞാൻ തരും. ഇത് സത്യം പറഞ്ഞ ശിക്ഷയാണോ ദൈവത്തിന്റെ കൃപയാണോ? ഇതാണ് ഗ്രേസ്. കൊലപാതകം ചെയ്യലോ, ആദ്യത്തെ കൊലപാതകന്, അവനോട് പോലും കരുണ കാണിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ ദൈവം. കായനെ ആരെങ്കിലും തൊട്ടാൽ 7 മടങ്ങ് ഞാൻ പകരം ചെയ്യും. കായനെ കാണുന്നവരാരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് യഹോവൻ ഒരു അടയാളം വെച്ചു. ഒരടയാളം അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ അടയാളം കാണുന്നവരെല്ലാം നിന്നെ എന്ത് ചെയ്യും? വിട്ടുപോകും, നിന്നെ തൊടത്തില്ല. ഇതിന്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13 കാണുന്ന മുദ്ര. ഓക്കെ, കായന്റെ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് പുറകിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പൊ കായനെ തൊടാതിരിക്കാൻ ദൈവം വലിയൊരു അടയാളം വെച്ചു. അവൻ ദൈവസ്ഥ പുറപ്പെട്ട് നോദേശത്ത് പോയി പാർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അവന് തനിക്ക് ഒരു മകൻ ജനിച്ചു, ഹാനോക്ക് എന്ന പേര്. അവന്റെ പേരിൽ പട്ടണം പണിതു. ഈരത് എന്ന് പറഞ്ഞവൻ ഹാനോക്കിനെ ജനിച്ചു. ഈരത് മെഹുയലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അതായത് കായന്റെ മകനാണ് ഹാനോക്ക്, ഹാനോക്കിന്റെ മകനാണ് ഈരാദ്, ഈരാദിന്റെ മകനാണ് മെഹുയയേൽ, അദ്ദേഹത്തിന്റെ മകനാണ് ലാമേക്ക്. അപ്പം 1, 2, 3, 4, 5-ാം തലമുറ. 5-ാമത്തെ തലമുറയപ്പോൾ ലാമേക്ക് വന്നു. അപ്പൊ ലാമേക്ക് വന്നിട്ട് ലാമേക്ക് 2 ഭാര്യമാർ. ആദ്യത്തെ ബഹുഭാര്യത്വം അവിടെയാണ് തുടങ്ങുന്നത്. അതിന്റെ ക്ലൈമാക്സ് ആണ് നമുക്ക് ശലോമോനിൽ കാണുന്നത്. ഈ കിങ്ഡത്തിന്റെ തുടക്കം കേട്ടോ. ഇത് 2 ഭാര്യമാരിൽ ഇവിടെയാണ് തുടങ്ങിയിട്ടത്. നമ്മൾ ശലോമോൻ വരുമ്പോൾ 1000 എണ്ണമായി. ഓക്കെ, 700 പ്ലസ് 300. ലാമേക്ക് ഭാര്യമാരെ എടുത്തിട്ട് അവർക്ക് 2 പേർ കൂടെ ആദയും സില്ല എന്ന് പേരുണ്ട്. ആദ യാബേലിനെ പ്രസവിച്ചു, കൂടാരവാസികളും പശുവിനും പിതാവും. അവന്റെ സഹോദരൻ യൂബാൽ എന്ന പേര്. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങൾ തീർക്കുന്നവനായി തീർന്നു. സോ ദീസ് ആൾ തിങ്സ് യു നോ ഇറ്റ്. ഓക്കെ, എന്നിട്ട് ലാമേക്ക് തന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഒരു പാട്ട് പാടുകയാണ്. ഒരു പാട്ട് എന്തെന്ന് ചോദിച്ചാൽ, ലാമേക്ക് പാടുകയാണ്, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ, ലാമേക്കിന്റെ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെ, എൻ്റെ പരിക്കിന് പകരം ഞാൻ യുവാവിനെയും കൊല്ലും. ഇതിന് ഞാൻ മിഷ്നായില് ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് തരാം. 1 മിനിറ്റ് ജസ്റ്റ്
മിഷ്നായിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ജൂയിഷിന്റെ ട്രഡീഷൻസ്, ഏൻഷ്യൻ ജൂയിഷ് ട്രഡീഷൻസിൽ അവർ പറയുന്ന റബിമാർ പഠിപ്പിച്ചൊരു കാര്യമാട്ടോ. ഇറ്റ്സ് നോട്ട് മലയാളികളല്ല, നമ്മുടെ നാട്ടിലാരുമില്ല. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ജൂയിഷ് ട്രഡീഷൻസ്, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്റ്റോറി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ തർഗം സ്യൂഡോ ജോനാഥാൻ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ജെനിസിസ് റബായി, മിഡ്രാഷ് റബയ്ക്കകത്ത് ജെനിസിസ് റബായിൽ റബനിക്കൽ ടീച്ചിങ് കേട്ടോ. പിന്നെ ലേറ്റർ മിഡീവൽ കമൻട്രീസിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇതായത് ലാമേക്ക് ഹാഡ് ബിക്കം എ ബ്ലൈൻഡ്. അദ്ദേഹം എന്തായി, ഒരു ലാമേക്ക് എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അന്ധനായി മാറി, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായി. ആൻഡ് ഹിസ് സൺ തൂബൽ കയ്യൻ, അദ്ദേഹത്തിന്റെ മകനായ തൂബൽ കയ്യൻ, ഇദ്ദേഹം ഒരു വേട്ടക്കാരനായി. അന്ന് ആളുകൾ വേട്ടയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. വേട്ടക്കാരനായതുകൊണ്ട് വേട്ടയ്ക്ക് വേണ്ടി തൂബൽ കയ്യൻ അദ്ദേഹത്തെ അങ്ങോട്ട് നയിക്കുവാനായിട്ട് ഗൈഡ് ചെയ്തു. അപ്പൊ തൂബൽ കയ്യൻ ദൂരെ ഒരു ഫിഗർ കണ്ടു, എന്തോ ഒരു മൃഗമാണെന്ന നിലയിൽ ഒരു ഫിഗർ കണ്ടു, ഡിസ്റ്റൻസിൽ കണ്ടു. അദ്ദേഹം വിചാരിച്ചു അതെന്താണ്, അനിമൽ ആയത്, ഒരു മൃഗമായിരിക്കും എന്ന് വിചാരിച്ച ശേഷം ഈ ടോൾഡ് ലാമേക്ക് ടു ഷൂട്ട്, അതിനെ അമ്പ ചെയ്യുവാനായിട്ട് തൂബൽ കയ്യൻ ആ ഫിഗറിന് നേരെ അമ്പ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ അത് മറ്റാരുമല്ലായിരുന്നു, ഇവരുടെ വല്യപ്പനായ കായനായിരുന്നു. ഇത് സ്റ്റോറി ആട്ടോ, കായനായിരുന്നു. ലാമേക്ക് ആക്സിഡന്റലി കിൽഡ് കായൻ. വെൻ തൂബൽ കയ്യൻ റിയലൈസ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്, അതായത് തൂബൽ കയ്യൻ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കി, ഹി ക്രൈഡ് ഔട്ട്, കരയാൻ തുടങ്ങി. യോ, അപ്പച്ചനെ കൊന്നല്ലോ, വല്യപ്പച്ചനെ കൊന്നല്ലോ എന്നുള്ള രീതിയിൽ. ലാമേക്ക് സ്ട്രക്ക് ഹിസ് ഹാൻഡ് ടുഗദർ ഇൻ ഗ്രീഫ്. തൻ്റെ കരങ്ങൾ ഇങ്ങനെ ഞെരിച്ച് അവൻ ആ ദുഃഖത്തിൽ ലാമേക്ക് നിന്നിട്ട്, ആൻഡ് ഹി ആക്സിഡന്റലി കിൽഡ് തൂബൽ കയ്യൻ. ലാമേക്ക് എന്ത് ചെയ്തു, ആ കോപത്തില്, ആ വേദനയില് തൻ്റെ മകനായ തൂബൽ കയ്യനെയും കൊന്നു. സോ ഹി കിൽഡ് ദ ഓൾഡ് മാൻ ആൻഡ് ഹി കിൽഡ് എൻ യങ് മാൻ, തൂബൽ കയ്യൻ. ആൻഡ് കായനെയും കൊന്നു, തൂബൽ കയ്യൻ. സോ ദിസ് എക്സ്പ്ലെയിൻസ് ഐ കിൽഡ് എ മാൻ. ഇവിടെ പറഞ്ഞുണ്ടല്ലോ, നോക്കി, എന്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും കായൻ, എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഇവിടെ താൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ ഓട്ടം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും ദിസ് ഈസ് ഓൾ അബൌട്ട് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള റബനിക്കൽ സ്റ്റഡീസ്. ഓക്കെ, നിങ്ങൾക്ക് വെദർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ നോട്ട്, നോ പ്രോബ്ലം, ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. ഓക്കെ, ഈ ഇന്റർപ്രിട്ടേഷൻ യു കനോട്ട് സീ ഇൻ ദ ബൈബിൾ. ഓക്കെ, it became influential in the Jewish tradition because it poetically portrays Cain's violence return upon his own house. ഇതിനകത്ത് പറയാൻ ആഗ്രഹം, കായന്റെ ആ സ്വഭാവ സവിശേഷത അവന്റെ കുടുംബത്തിൽ പിൽക്കാലത്ത് വന്നു എന്ന് കാണിക്കാൻ വേണ്ടി റബിമാരത് പഠിപ്പിക്കുന്നു. ജെനിസിസ് റബായിലും ഇത് തന്നെയാണ് പറയുന്നത്. കായൻസ് വയലൻസ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ്സ് ഓൺ ഫാമിലി. അവന്റെ സ്വന്തം കുടുംബത്തെ തന്നെ അവന്റെ സ്വഭാവം നശിപ്പിച്ചു. പാപത്തിന് എപ്പോഴും അതിന്റെ ഒരു ഫ്രൂട്ട് പുറത്തു വരുമെന്ന് പറഞ്ഞു. വയലൻസ് റിട്ടേൺസ് അപ്പോൺ ദ വയലന്റ്. ഇത് മിഡ്രാഷിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ റെഫറൻസ് ഇതിനകത്തുണ്ട്. ഈ മിഡീവൽ പീരീഡ് വന്നപ്പോൾ നമുക്ക് റാഷിയുടെ കമൻട്രീസ് ഒക്കെ കാശുള്ളവർ പോയി വാങ്ങിക്കണം കേട്ടോ. അമേരിക്കയിലൊക്കെ കിട്ടും. ഈ ജൂയിഷിന്റെ വലിയ പുസ്തക സ്റ്റാലിലൊക്കെ റാഷി കമന്റ് കിട്ടും. അതിൽ റാഷി പറയുന്നത് he accept this traditional midrash explanation. Lamech was blind, Tubal Cain guided him, Lamech accidentally killed Cain, then he accidentally killed Tubal Cain. ഇത് റാഷി സപ്പോർട്ട് ചെയ്തു. റാഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ ഒരു റബിയാണ് അദ്ദേഹത്തിന്റെ. ഇബിൻ എസ്ര എന്ന് പറയുന്ന ആളും ഇത് തന്നെ പറയുന്നുണ്ട്. there are so many references are there. ഓക്കെ, ഇവിടെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കായേന് പകരം 7 ഇരട്ടി കായേന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. 77 ഇരട്ടി പകരം ചെയ്യും. അപ്പം ഈ 77 ഇരട്ടി പകരം ചെയ്യും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് 70 and 7 folds. 70 and 7 folds. 77 പ്രാവശ്യം. അതായത് ഹി കാൽക്കുലേറ്റഡ്, ഇദ്ദേഹം എന്ത് ചെയ്തു, അരിത്തമാറ്റിക് മാത്സ് എടുത്തിട്ട് എന്ത് ചെയ്തു, 7 into 11 = 77. അപ്പൊ 77 പ്രാവശ്യം പകരം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഒരു 7 പ്രാവശ്യം പകരം ചെയ്യും. ദൈവം പറയുന്നു 77 പ്രാവശ്യം
പകരം ചെയ്യുന്ന ലാമേക്ക് പറയും. 70, 7. ഈ 70ന്റെ 7ന്റെ ഒരു കണക്കായത്. അപ്പൊ ഇവിടെ ഇത് റിവഞ്ചാണ്. കായനെ ആരെങ്കിലും തൊട്ടാൽ അവനെ തൊട്ടാൽ ഞാൻ 7 ഇരട്ടി പകരം ചെയ്യുന്ന ദൈവം റിവഞ്ചഫുൾ ആയിട്ട് സംസാരിക്കും. അതിന് ആ കാര്യം അറിയാവുന്ന ഇദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ കൊച്ചുമകൻ ചെറുമകൻ പറയുകയാണ് 77 ഇരട്ടി എന്ന് പറയും. അപ്പം ഈ ഒരു ടേംസ്, ഈ 7, 77, 7, 70 എന്നുള്ള ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ കിടക്കും. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പോകും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ആ ദൈവദാസൻ ബാബേലിലായിരിക്കും. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തന്നെ ബാബേലിലേക്ക് നാട് കടത്തപ്പെട്ടു, പ്രവാസത്തിലേക്ക് പോയി. അവിടെ ബാബേലിന്റെ തന്നെ വലിയൊരു ഹയർ ഒഫീഷ്യൽസായി മാറി, കൊട്ടാരത്തിൽ ശുശ്രൂഷകനായി, ദൈവത്തിന്റെ ജ്ഞാനമുള്ള വേലക്കാരനായി ദാനിയേൽ മാറി. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ ജെറമിയാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 70 ആഴ്ചവട്ടത്തിന് ശേഷം, 70 വർഷത്തിന് ശേഷം ബാബിലോണിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം മടക്കി തന്റെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം ചെയ്ത പ്രവചനത്തെ വായിപ്പാനിടയായി. ഇത് വായിച്ച ദാനിയേല് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ, ഞാൻ ഒരുപാട് വിശദീകരിക്കാതെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് ഇവർക്ക് 70 വർഷം ബാബിലോണിൽ പ്രവാസത്തിൽ പോകേണ്ടി വന്നതെന്നറിയാം? ദാനിയേൽ, അതായത് നമ്മുടെ രാജാവായ ദാവീദിന്റെ കാലം മുതൽ സദോക്ക് എന്ന് പറയുന്ന രാജാവിന്റെ കാലം വരെ ഏകദേശം 500 വർഷം, 490 മുതൽ 500 വർഷ കാലഘട്ടം. ഈ 500 വർഷ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ശബത്ത് ലംഘിച്ചു. ശബത്ത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ ശബത്തല്ല കേട്ടോ. 7 വർഷം കൂടുമ്പോൾ 6 വർഷം ഒരു വേല ചെയ്യണം. 7ാമത്തെ വർഷം അവരുടെ ദേശം അവർ തരിശായിട്ടിടണം, കൃഷി ചെയ്യാൻ പാടില്ല. 7ാമത്തെ വർഷം. അങ്ങനെ 7 × 7 49ാമത്തെ വർഷം, 7 കഴിഞ്ഞിട്ട് 50ാമത്തെ വർഷം എന്ത് ചെയ്യണം? ഒരു ജൂബിലി ആഘോഷിക്കണം. 7 ശബത്ത് കഴിഞ്ഞ ശേഷം ജൂബിലി ആഘോഷിക്കണം. ഇങ്ങനെ ഏകദേശം 7 വർഷത്തെ ഒരിക്കൽ നടത്തേണ്ട സാബത്തിൽ 490 വർഷം അവരെന്ത് ചെയ്തു? ശബത്ത് ലംഘിക്കുമ്പോൾ ഏകദേശം 70 വർഷം, 70 ശബത്ത് ഇയർ അവർ ലംഘിച്ചു. 70 സാബത്ത് ഇയർ അവർ ലംഘിച്ചത് കൊണ്ട്, ദേശത്തെ തരിശാക്കി ഇടാതിരുന്നത് കൊണ്ട്, കൃഷി ചെയ്യാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്തത് കൊണ്ട്, കൃഷി ചെയ്യാതെ വിടാതെ അവർ അത് ലംഘിച്ചത് കൊണ്ട് ദൈവം അവരെ ആ 70 വർഷം എന്ത് ചെയ്തു? ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇവർ ബാബിലോണിലേക്ക് പോകുന്ന സമയത്ത് അവർ അവിടെ 70 വർഷം പ്രവാസികളായി താമസിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത പ്രോമിസ് ലാൻഡ് കാടും കയറിച്ച് കുപ്പയും പിടിച്ച് കിടക്കുക. 70 വർഷം, 1-2 വർഷമല്ല. ആ നാട്ടിൽ ആരുമില്ല, എല്ലാം കുറുക്കന്മാരും ഓരിയിടുന്ന സ്ഥലമായി മാറി. ഒന്നുമില്ല, തരിശായി കിടന്നു. എന്തിനാ? സബത്തിയസ് 70 വർഷം. എന്നാൽ ദാനിയേല് വായിച്ചു, ദൈവം അവരെ മടക്കി കൊണ്ടുവരാൻ സമയം. കാലങ്ങളും കാലത്തിന്റെ കണക്കും മനസ്സിലാക്കിയ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നൊരു കാര്യം പറഞ്ഞില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ 490 വർഷം തെറ്റ് ചെയ്തവരാണ്. അതിന്റെ ശിക്ഷ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു തീർക്കും. ദൈവം തന്റെ കരുണയാൽ ദൈവം ഒരു കാര്യം ചെയ്തു. നമ്മളൊരു കാര്യം ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാ? മറ്റൊരു 490 വർഷം നിങ്ങൾക്ക് തരാൻ പോകും. അത് ദൈവത്തിന്റെ കരുണയുടെയും ദൈവകൃപയുടെയും ദൈവത്തിന്റെ പ്രോഗ്രാമിന്റെ പൂർണ്ണത വെളിപ്പെടാനുള്ള, അതായത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ അൾട്ടിമേറ്റ്ലി നിവർത്തിക്കപ്പെടാൻ പോകുന്ന ഒരു 490 വർഷം കൂടെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകും. അത് കൂടുതലില്ല, ലാസ്റ്റ് ചാൻസ്. ഈ 490 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് നീ പറയുമ്പോൾ ഇവരും ഇനി മേലാൽ ഇതെന്ത് ചെയ്യരുത്, ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് ബാബിലോണിൽ വെച്ചാണ് ഈ മിഷ്ന എഴുതുന്നത്. മിഷ്ന എന്ന് പറയുന്നത്, അതിനകത്ത് ഏകദേശം എനിക്ക് 2000-ലധികം പേജുണ്ട്. അത് മുഴുവൻ കൂടുതലും ഈ സാബത്തിനെ കുറിച്ചുള്ള നിയമങ്ങൾ. ഈ യേശുക്രിസ്തു വന്ന കാലഘട്ടത്തിൽ ഒരുപാട് സാബത്ത് നിയമങ്ങളുണ്ടായിരുന്നു പലിശമാർ. അതൊന്നും യഹോവയെ ദൈവം പറഞ്ഞൊന്നുമല്ല കേട്ടോ. പക്ഷെ അത് അവര് പേടിച്ച്, ഇനി മേലെ നമ്മൾ ഒറ്റ ഒരു തന്നെ പ്രവാസത്തിൽ കൊണ്ടുവരുന്നത്, ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ 490 വർഷങ്ങൾ അവരെന്ത് ചെയ്തു? അവർക്ക് ദൈവം പറഞ്ഞു, നിങ്ങൾ ഇനി മാനസാന്തരം മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം, കറക്റ്റ് പ്രമാണം അനുസരിച്ച് പോകും. ഈ 490 വർഷം കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യുക? പാപത്തെ
അവസാനിപ്പിക്കാൻ പോകും. അകൃത്യത്തിന് അവസാനം വരുത്തണം, പാപത്തിന് സ്റ്റോപ്പ് വരുത്തണം, അക്രമങ്ങൾക്ക് അവസാനം എന്ന് പറയാം. ട്രാൻസ്ഗ്രഷൻസ്, ഇൻക്വിറ്റി ആൻഡ് സിൻ, ഇത് 3 നിർത്തും. എന്നിട്ട് ദർശനത്തെയും പ്രവചനങ്ങളെയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുഴു ദർശനവും പ്രവചനത്തിൽ മുദ്രയിടാൻ അത് പൂർത്തീകരിക്കപ്പെടണം, പൂർണ്ണമാകും. എന്നിട്ട് നിത്യമായ നീതി നടക്കും. എന്നിട്ട് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാൻ 490 വർഷങ്ങൾ നിങ്ങൾക്ക് തരും. എന്ന് പറയാം, ഈ 490 വർഷം ദൈവം തൻ്റെ ദീർഘക്ഷമ കാണിച്ച് നിങ്ങൾക്ക് ഒരു വിടുതൽ തരാൻ പോകും. പറഞ്ഞപ്പടി കിട്ടിയോ? എന്തിനാ ഈ 490 വർഷം കൊടുത്തത്? എന്തിനാ ഈ 70 വീക്സ് കൊടുത്തത്? 70 വീക്സ് അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ദൈവം കരുണ കാണിക്കും, ഗ്രേസ് കൊടുക്കുക. അടുത്ത 70 ഇയേഴ്സ് തരാം. ആ 70 ഇയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് കീപ് ദ ലോസ്. ദൈവത്തിന്റെ വചനം അനുസരിച്ചു. എത്ര? 400. അപ്പൊ ഈ 490 എന്ന് പറഞ്ഞ എന്തുവാ? 70 ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടത്തിൽ 7 ദിവസങ്ങൾ. 70 ഗുണം 7 എന്ന് പറഞ്ഞാൽ 490 വർഷങ്ങൾ. യേശുക്രിസ്തു എവിടുന്നാ ഇത് എടുത്തത്? എവിടെ ആരംഭിച്ചത്? ലാമേക്കിൽ ആരംഭിച്ചു. എവിടേക്ക് അത് വന്നു? ദാനിയേലിലേക്ക്. ദാനിയേലിലേക്ക് വരുമ്പോൾ അത് 490 വർഷം. പത്രോസ് യേശുവിനോട് ചോദിച്ചു, എത്ര ഭാഷ ക്ഷമിക്കണം? 490 ഭാഷ എന്നാണോ പറഞ്ഞല്ല, 70 പ്രാവശ്യം. അർത്ഥം എന്താ? 7 ഗുണം 70 ഈക്വൽ ടു 490. യേശുക്രിസ്തു എന്തോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്? എടാ, ക്ഷമ എന്നത് 70 വർഷം. ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ആർദ്രത, ദൈവത്തിന്റെ കൃപ ഈ 490 വർഷങ്ങൾ ഇസ്രായേലിന്റെ മേൽ വരികയാണ്. ഇസ്രായേലിന്റെ മേൽ വരികയാണ്. ഇസ്രായേലിന്റെ മേൽ വരികയാണ്. യേശുക്രിസ്തു ആരെന്നറിയാമോ? ഞാനത് ആ വാക്യം വായിക്കാം. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള വാക്യമായതുകൊണ്ടാണ് അത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കല്ല കേട്ടോ, ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾക്കാണ്. 9-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപത്തെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനം പ്രവചനം മുദ്രയിടുവാനും അതിപരിശുദ്ധമായ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞുകൊള്ളേണ്ടെന്ന് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിന്റെ വീതിയും കിടങ്ങുകളും കഷ്ടകാലം തന്നെ പണിതി. അപ്പൊ പണി തുടങ്ങുന്നത് മുതൽ പ്രഭു വെളിപ്പെടുന്നത് വരെ 7 സംവത്സരം പ്ലസ് 62 എല്ലാരും കേൾക്കണം, ചുമ്മാ കണക്ക്. 62 പ്ലസ് 7 69. അപ്പം പ്രഭു വരെ, കർത്താവായ യേശുക്രിസ്തു വരുന്നത് വരെ, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള പ്രഭു വരുന്നത് വരെ, സെക്കൻഡ് കമ്മിങ് അല്ലേ, ഫസ്റ്റ് കമ്മിങ്. 70 ആഴ്ചവട്ടത്തിന്റെ 69-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ക്ലൈമാക്സിൽ ലാസ്റ്റ് ഇയറിലാണ് ആര് വരുന്നത്? കർത്താവ്. എല്ലാവരും കേൾക്കണേ. ഇനി എത്ര ആഴ്ചവട്ടമുണ്ട്? ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 7 വർഷം കൂടെ. എന്നിട്ട് അടുത്ത് വായിക്കാൻ നോക്കിയേ, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ട ഗ്യാപ്പ് തിയറി പഠിപ്പിക്കുന്ന എല്ലാവരും കേട്ടോ, 69-നും 70-നും ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് വഞ്ചിച്ച് ചതിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ, ബൈബിൾ കോളേജ് അധ്യാപകന്മാർ, ബിബ്ലിക്കൽ സ്കോളേഴ്സ്, ശ്രദ്ധിക്കൂ. ഇവിടെ എഴുതിയേക്ക് നോക്ക്, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ എന്താ? 68 പ്ലസ് 7 69-ാമത്തെ ആഴ്ചവട്ടം. 69-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അപ്പം 69 കഴിഞ്ഞ പിന്നെ 70 അല്ലേ? അപ്പൊ 69 കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത് എന്താ? 70-ാമത്തെ ആഴ്ചവട്ടം അല്ലേ? ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കൃത്യമായി 3.5 വർഷം കഴിഞ്ഞപ്പോ, അതായത് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ പകുതി ഭാഗമായപ്പോ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തു ഇപ്പൊ നിൽക്കുന്ന ആ സ്ഥലം ഏതാണ്? ആ 490 വർഷത്തെ ദാനിയേലിന് കൊടുത്ത പ്രവചനത്തിന്റെ നടുവിലാണ് ക്രിസ്തു നിൽക്കുന്നത്. ആ ക്രിസ്തു ആ 490 സംവത്സരത്തിൽ അതിന്റെ ഫുൾഫിൽമെന്റ് ആയിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:25 പൂർത്തീകരണമായി നിൽക്കുന്ന മിശിഹ ആ തെരുക്കോണിൽ വെച്ച് തന്റെ അപ്പോസ്തലനായ പത്രോസിനോട് പറയും, മോനെ 70 വട്ടം ക്ഷമിക്കണം. ക്ഷമയ്ക്ക് 70 വർഷത്തെ കാലഘട്ടമാണ്, 490 വർഷമാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാലഘട്ടം
ദൈവം ദാനിയേൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനത്തിന്റെ നിവൃത്തിയുടെ സമാപന വീക്കിൽ നാം വന്നിരിക്കുന്നു. ക്ഷമിക്കുക. 7 വട്ടമല്ല, 70 വട്ടം ക്ഷമിച്ചു. 490 വർഷത്തെ ദൈവത്തിന്റെ കൃപയുടെ കാലഘട്ടം ഇവർക്ക് കൊടുത്തു. ആ കാലഘട്ടത്തിന്റെ സമാപന വീക്കിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്ത് പ്രഭു ഛേദിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് 3.5 വർഷം നമുക്കറിയാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി, പെന്തക്കോസ്തിൽ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. യെരുശലേമിൽ പ്രസംഗിക്കപ്പെടുന്നു, യഹൂദിയിൽ പ്രസംഗിക്കപ്പെടുന്നു. ലക്ഷങ്ങൾ, ആയിരങ്ങൾ കർത്താവിനെ അറിയുന്നു. പിന്നെ സ്തെഫാനോസ് കല്ലെറിയപ്പെടുന്നു, സഭ ചിതറപ്പെടുന്നു. 8-ാം അധ്യായത്തിൽ സഭ ശമരിയിലേക്ക് കൈകൾ നീട്ടുന്നു, ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ അടുത്തേക്ക് പോകുന്നു. പിന്നെ ചർച്ച് അങ്ങോട്ട് മാറുക എന്ന് പറയുക, യഹൂദനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത 3.5 വർഷം കഴിഞ്ഞു. അപ്പം അവസാനത്തെ ആഴ്ചവട്ടത്തിന്റെ 3.5 വർഷത്തിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അത് കഴിഞ്ഞുള്ള 3.5 വർഷത്തിൽ ഇസ്രായേലിന് സാൽവേഷൻ, രക്ഷയുടെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 70 ആഴ്ചവട്ടക്കാലം പൂർത്തീകരിക്കപ്പെട്ടതിന്റെ അടുത്ത നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രോഗ്രാം യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല, ജാതികളിലേക്ക് തിരിയുവാൻ തുടങ്ങി. 70 ആഴ്ചവട്ടം എവിടെയാ പൂർത്തീകരിക്കപ്പെട്ടത്? സ്തെഫാനോസിന്റെ കല്ലേറോടെ, പീഡനത്തോടെ അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ 490 എന്ന് പറയുന്ന ഈ വർഷങ്ങൾ ഇവരുടെ ക്ഷമയുടെ വർഷം. അതിക്രമം മൊത്തം തടസ്സം ചെയ്ത്, പാപങ്ങൾക്ക് മുദ്രയിട്ട്, അതിക്രമത്തിന് പ്രായശ്ചിത്തം വരുത്തി, നിത്യനീതി നടപ്പാക്കാൻ യേശു ക്രിസ്തു വന്നിരിക്കുകയാണ്. ഒറ്റ കാര്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു പത്രോസിനോട് നീ 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞത്, ജീസസ് took this message from the Old Testament, from Torah and from prophets. From Torah it's from Lamech. ലാമെക്കിന് അവിടെ വെഞ്ചൻസ് ആണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ കരുണയ, ഫോർഗീവ്നെസ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ അത് ഫോർഗീവ്നെസ്. ഇത് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു ഉപമ പറഞ്ഞു. നമുക്ക് ആ ഉപമ ഞാൻ പെട്ടെന്ന് പറയാം. ഒരു രാജാവിൻ്റെ അടുക്കൽ ഒരു ബാല്യക്കാരൻ വരുന്നു. 10,000 താലെന്ന് കടപ്പെട്ടു. 10,000 താലെന്ന് പറഞ്ഞാൽ ഒരു താലെന്ന് 34 കിലോയാണ്, സ്വർണമായാലും വെള്ളിയായാലും. ഒരു താലെന്ന് ഒരു മനുഷ്യൻ സമ്പാദിക്കണമെങ്കിൽ 27 വർഷം നിരന്തരം അധ്വാനിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ 27 വർഷം കൊണ്ട് ഒരു താലെന്ന് ഉണ്ടാക്കുന്നവന് 10,000 താലെന്ന് ഉണ്ടാക്കാൻ മിനിമം 2,70,000 വർഷം വേണ്ടി വരും. 70 വയസ്സ് അല്ലെങ്കിൽ 80 മരിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അവന്റെ കടം വീട്ടുവാൻ കഴിയത്തില്ല. രാജാവ് പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങളെയും വീടിനെയും ഭാര്യയും എല്ലാം വിറ്റ് കടം തീർക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, യജമാനനെ ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അർത്ഥം ഞാൻ ഇത് തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു. വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. ഈ മനുഷ്യൻ ആരെന്നറിയാമോ? ആദാമിന്റെ വീഴ്ച മുതൽ, ഏദൻ തോട്ടം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിക്കുന്നത് വരെയുള്ള മുഴുവൻ ക്രൈമും ചെയ്ത് ഒരു കാലത്തും കടം വീട്ടുവാൻ കഴിയാത്ത യഹൂദജനത്തിന്റെ പ്രതിനിധിയാണ് ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ. രാജാവ് ഇളച്ചു കൊടുത്തു. കാരണം ഏത് പീരീഡാ? 490 വർഷം. ഫർഗീവ്നെസ് ഇളച്ചു കൊടുത്തു. അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണാൻ വേറൊരുത്തിനെ കാണുന്നു. അവനാണെങ്കിൽ 100 ദിനാർ, 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് പറഞ്ഞാൽ 3 മാസത്തിലെ 4 മാസത്തെ ശമ്പളം. 4 മാസത്തെ ശമ്പളത്തിന് തത്തുല്യമായ 100 വെള്ളിക്കാശ് കടപ്പെട്ടവനെ കണ്ടു. താടാന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു, ക്ഷമിക്കണം. അതായത് ഇവൻ രാജാവിനോട് ഏത് ക്ഷമാപണമാണെന്ന് പറഞ്ഞ അതേ വാക്ക് ഈ പാവപ്പെട്ടവൻ 100 ദിനാർ കടപ്പെട്ടവൻ ഇവനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കാൻ ഞാൻ തന്നുകൊള്ളാന്ന് പറഞ്ഞു. അവന്റെ തൊണ്ടയിൽ കയറി പിടിക്കുന്നു, കഴുത്തെ പിടിക്കുന്നു, ഞെക്കുന്നു. തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. രാജാവ് എന്ത് ചെയ്യുന്നു? ക്ഷമ കൊടുക്കാത്ത ഇവനെ ബാല്യക്കാരെ വിട്ട് പിടിച്ച് തടവിലാക്കിയിട്ട് പറഞ്ഞു, അവസാനത്തത് കൊടുക്കുന്നവരെ അവൻ അവിടെ കിടന്നു. അതായത് ജീവിതത്തിൽ ഒരിക്കലും അവൻ രക്ഷപ്പെടത്തില്ല എന്നതിൻ്റെ അർത്ഥം. അവനെ കൊണ്ട് ഒരിക്കലും അത് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞറിയാം? എടാ, ഇത് ക്ഷമയുടെ കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കണം. പത്രോസേ, 7 പ്രാവശ്യം പറ്റത്തില്ല, 70 വട്ടം ക്ഷമിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ക്ഷമ ലഭിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ക്ഷമയുടെ കാലമായതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് കടപ്പെട്ടവരോടും ക്ഷമിക്കുക. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് യേശുവിടെ പഠിപ്പിക്കുകയാണ്, ക്ഷമിക്കണം. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് തിങ്. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ ഈ വചനത്തിന്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ജീസസ് വെറുതെ പറഞ്ഞല്ല പ്രിയപ്പെട്ടവരെ. പത്രോസേ, ക്ഷമിക്കണം. നിങ്ങൾ 10,000 താലെന്ന് കടപ്പെട്ടവരാ.
നീ 100 താലന്ത്, 100 ദിനാർ അല്ലെങ്കിൽ 100 വെള്ളിക്കാശ് എന്തോ പറയുന്നത്, കടപ്പെട്ടവനോട് ക്ഷമിക്കുക. ആ 10,000 താലന്ത് എന്ന് പറയുന്നത് മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തിന് മുമ്പുള്ള കട. അത് ആരടച്ചു കൊടുത്തു? രാജാവ് അടച്ചു കൊടുത്തു. ആരാ ഇവിടുത്തെ രാജാവ്? നമ്മുടെ കർത്താവായ യേശു. എവിടെ വെച്ചാണ് ആ പേയ്മെന്റ് പൂർത്തിയാക്കിയത്? കാൽവരി കുരിശിൽ വെച്ച്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായ്. ടെറ്റലസ്റ്റായ് എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുമോ? എല്ലാം തീർന്നു എന്നല്ല. ടെറ്റലസ്റ്റായ് എന്ന വാക്കിന് അർത്ഥം ഐ പെയ്ഡ് ഫുള്ളി. അത് അന്നത്തെ ഇസ്രായേൽ നാട്ടിൽ ഉപയോഗിക്കുന്ന വാണിജ്യത്തില്, മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ടെറ്റലസ്റ്റായ് എന്ന് പറഞ്ഞാൽ കച്ചവടം പൂർത്തിയാക്കി, പണം കൊടുത്ത് തീർത്തു, പേയ്മെന്റ് എല്ലാം തീർത്തു, ഐ പെയ്ഡ് ഫുൾ, മൊത്തം കൊടുത്തു എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാം. നമ്മുടെ കർത്താവായ യേശു അതേ വാക്യം ഉപയോഗിക്കുക. ഐ പെയ്ഡ് ഇറ്റ്. ആ 10,000 താലന്ത് ഞാൻ അടച്ചു കൊടുത്തു. അപ്പൊ നിനക്ക് എന്താ ഇനി വേണ്ടത്? നിനക്ക് ഇനി കരുണ വേണം. പക്ഷെ നിർഭാഗ്യവശാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലൂടെ ഈ സകല ജനത്തിനും പാപം ഇളച്ചു കൊടുത്തിട്ടും പാപവും മാനസാന്തരവും, പാപമോചനവും മാനസാന്തരവും ക്രിസ്തു മുഖാന്തരം വന്നിട്ടും ഈ വ്യക്തികൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. ഇവർ പിന്നെയും പാവങ്ങളെ കടിച്ചെടുക്കാൻ തുടങ്ങി. പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ മതാനുസാരികളും ഒക്കെ, മതത്തിന്റെ നേതാക്കന്മാർ മുഴുവൻ സാധുക്കളെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി, കരുണ കാണിക്കാതെ. അതുകൊണ്ട് യേശു പലപ്പോഴും പറഞ്ഞു, ഞാൻ യാഗത്തിലല്ല കരുണയിൽ അത്രേ പ്രസാദിക്കുന്നത്. കരുണ, ദയ, ദീർഘക്ഷമ, ഇത് യേശു ക്രിസ്തുവിന്റെ മെസ്സേജിന്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇളച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. എന്റെ വാക്കുകൾക്ക് നിർത്താം. 70 വട്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 490 ദാനിയേൽ പ്രവചനത്തിന്റെ ദൂതാണ് എന്ന് മറന്നു. സർവശക്തനായ ദൈവം തിരുവെഴുത്തുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പം ദീർഘമായി പോയി. കേട്ട എല്ലാവരോടും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇത് മറ്റൊരാളുടെ കാതിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഷെയർ ദിസ് മെസ്സേജ് ടു അതേഴ്സ് ടു. അവർക്കും അത് അനുഗ്രഹമായി മാറട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.